പൊക്കെല്ലാം പറഞ്ഞ വളരെ കറക്റ്റാ. എന്ത് കാട്ടാമൃഗ പടാന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. മാൾ തന്നെ പെരാന്താ പിടിക്കുന്നത്. വെറുതെ ഓർക്ക് വേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനത്തെ ഒരു പടം എന്റെ ജീവിതത്തിൽ ഉറങ്ങിയിട്ടുള്ള പടം കണ്ടിട്ടില്ല. അപ്പൊ ഗൈസ് എമ്പുരാൻ കണ്ടു. നോമ്പ് 27 സംഗതി ഇറക്കിയ. നമ്മളിന്ന് പെരുന്നാളിന്റെ രാത്രി പോയിട്ട് കണ്ട്. പിന്നെ ഞാൻ സാധാരണ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നതാണ്. നോമ്പ് പസാത്താക്കണ്ടെന്ന് വെച്ചിട്ടാണ് നോമ്പിന് പോകേണ്ടത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് മോഹൻലാൽ ഇപ്പൊ ഒരു മാപ്പലും പറയുന്നുണ്ട്. എന്തിനാ മാപ്പ് പറഞ്ഞാൽ ഒരു പിടുത്തം കിട്ടിയില്ല. ഈ സിനിമേനെ പോലെ തന്നെ എന്താണെന്നുള്ള ഒരു പിടുത്തം കിട്ടിയില്ല. മുക്കാഭാഗം ആൾക്കാരും കിടന്നു പറഞ്ഞത്. പിന്നെ ടിക്കറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ദുബൈയിൽ എവിടെയും ടിക്കറ്റ് ഇല്ല. എന്തെന്നാ ഇതിന് കാണുവാനുള്ള ഓർമ്മ വരുന്നേ ഇല്ലേ തിയേറ്ററിൽ എന്ത് ഗുണമുള്ള. പിന്നെ കുറച്ച് ഭാഗത്തില് പൃഥ്വിരാജത്തിലെ ചില സത്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാണ്ട് വേറൊരു സംഗതി ഒരു മണ്ണാങ്കട്ടകം പറ്റൂല ഈ ഫിലിം. പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറൊരു പാട്ട്, അത് കേൾക്കും എന്റെ പെരാൻ തര പിടിക്കുന്നത്. എമ്പുരാന് ഏത് എമ്പുരാന്. പിന്നെ വേറൊന്നുണ്ട് ഫിർദിന്ത. അമ്മക്ക് ചിന്ത വേണ്ട. ഒല്ലർ കിടന്നുറങ്ങുന്ന മുക്ക ബേക്കെല്ലാം തിരിഞ്ഞു നോക്കുമ്പോ ഓരോരുത്തർ കൂർക്ക വലിക്കുന്നത്. എന്തെന്നാ സംഭവം തിരിഞ്ഞില്ല. ടിക്കറ്റ് ആണെങ്കിൽ ഒരു സ്ഥലത്തില്ല. UAE മൊത്തം ടിക്കറ്റ് ഇല്ല. ഇത് ഇനി എടുക്കുന്നോല് ദേവി തെറ്റിങ്ങള് എടുക്കണ്ടേക്ക്. ഞാൻ സാധാരണ ഒരാള് ഇത്തിരി നമ്മള് പൈസ മുടക്കിയിട്ട് അതിന്റെ ഒരു തിയേറ്ററിൽ കാണുന്നത് നമ്മളെ നഷ്ടം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വിലപ്പെട്ട സമയം പോയി. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുന്ന ഈ മാപ്പ് പറയേണ്ടത് ശരിക്കും എന്തിനാന്നറിയാം. ഇങ്ങനത്തെ കാട്ടാൻകൂട്ടി പടം ഇറക്കിയതിന് മാപ്പ് പറയണം.